എൻ്റെ ഗാനങ്ങൾ അവൾ പാടി ഹിറ്റാക്കിയത് ഒന്നും രണ്ടുമല്ല. എന്നിലെ എഴുത്തുകാരനെ ലോകം അറിഞ്ഞതും അവളുടെ സ്വരമാധുരി കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അസ്തമന സൂര്യൻ്റെ ചെങ്കിരണങ്ങളിൽ അവളൊരു തങ്കവിഗ്രഹമായി മാറുകയായിരുന്നു. അതൊരു തുടക്കം മാത്രമാണ്, മൊത്തത്തിൽ ഇങ്ങനെയല്ല. കൂനിച്ചിമലയിലെ ചെമ്പൻ അരണകളെ അവൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ഇന്നു മാത്രമല്ല, സത്യത്തിൽ ഈ കഥ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പാത്തു കേട്ടിരുന്നിട്ടുണ്ട്. അവൾ സമ്മതിച്ചു കൂനിച്ചിമലയിലെ അസ്തമനം കാണാൻ പോവാൻ. കുറേ കറണ്ട് അഫയേഴ്സ്, കുറേ വാർത്തകളൊക്കെ കണ്ട് നമ്മൾ ബോറടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു മലകയറ്റമാണ്. മല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമല. ലൊക്കേഷൻ അമ്പൂരി വെള്ളറട. അവിടെ കൂനിച്ചിമല എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മലയുണ്ട്, കൂനിച്ചിമല. നമുക്ക് കൂനിച്ചിമല കാണാൻ പോവാം. അങ്ങനെ അവർ മല കയറാൻ തുടങ്ങി. എല്ലാം കൂടെ കുറച്ച് വെയിറ്റുണ്ട്. ഇതെല്ലാം കൂടെ തോളി ചുമന്നാണ് ഈ നടത്ത, ഇങ്ങനെയുള്ള നടത്ത. ഇയാളൊരു വീഡിയോ ജേർണലിസ്റ്റാണ്. ഇയാളുടെ കഥകളെല്ലാം നമുക്ക് ചുറ്റും നടന്ന സംഭവങ്ങളാണ്. ഈയിടെ ഇയാളൊരു കഥ പറഞ്ഞു. സമ്പന്നനായ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥ. അയാളുടെ കഥകളെല്ലാം വായനക്കാരെ കണ്ണീരിൽ കുളിപ്പിച്ചു. പിന്നെ ആ സംഭവം നടന്നത് ഇതിനടുത്താണ്, ഈ മലയ്ക്കടുത്ത്. ചൈനയിലെ വുഹാനിൽ മെഡിസിന് പഠിക്കുകയാണ് മകനെന്ന് ചോദിക്കുന്നവരോടൊക്കെ അദ്ദേഹം പറയുമായിരുന്നു, അച്ഛൻ, ഇവിടെ ഈ മലയോര ഗ്രാമത്തിൽ ഒരു നല്ല ഹോസ്പിറ്റലില്ല. മകൻ പഠിച്ചു വന്നാൽ നല്ലൊരു ഹോസ്പിറ്റൽ കെട്ടണം. മകന് സുന്ദരിയായ ഒരു ഡോക്ടർ തന്നെ വധുവായി വരും. പിന്നെ അവരുടെ മക്കളും, അവരും ഡോക്ടേഴ്സ്. അങ്ങനെ അടുത്ത 30 വർഷത്തിനുള്ളിൽ ഒരു ലോകമറിയുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി അത് വളരും. കൊട്ടാര സമാനമായ വീടിൻ്റെ നടുത്തളത്തിലെ സെറ്റിയിൽ ഉച്ചമയക്കത്തിൽ കിടക്കുകയാണ് പപ്പ. അയാളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ തൻ്റെ പ്രതീക്ഷയായ മകൻ ഒരു സൈക്കോ ക്രിമിനലാകുന്നതായും തന്നെ വെട്ടാൻ ഓടിക്കുന്നതായും കണ്ടു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന അയാൾ വിയർത്തു കുളിച്ച് അയക്കുന്നുണ്ടായിരുന്നു. ഭാര്യ അയാൾക്കൊരു കപ്പ് വെള്ളം കുടിക്കാൻ കൊടുത്തു. ചുവരിലെ പേരില്ലാത്ത ദൈവത്തിൻ്റെ രൂപമില്ലാത്ത ചിത്രത്തിലേക്ക് ഒരു ചെകുത്താൻ കുന്തം കൊണ്ട് ആഞ്ഞാഞ്ഞു കുത്തുന്നുണ്ട്. കഥ അവിടെ നിൽക്കട്ടെ. കഥ പറഞ്ഞു നടക്കാൻ എളുപ്പമല്ല. വഴിയിൽ ശ്വാസം മുട്ടി തളർന്നിരുന്ന ഒരു യാത്രികനോട് ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് നടക്ക്. നടന്നേ. അയാൾ പറഞ്ഞു, വേച്ചു വേച്ച് എത്ര ദൂരം ഈ മല കയറും? ഇതൊരു ഭീകരമലയാണ്. നടന്നിട്ടും എത്തുന്നില്ല. മിക്കതും കുത്തനെയുള്ള കയറ്റം. കൂനിച്ചിമലയുടെ ലോവർ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇത്രയധികം ഭീകരമായൊരു യാത്രാനുഭവം സമ്മാനിച്ച പ്രകൃതിക്ക് മുമ്പിൽ ആ യാത്രികൻ തോറ്റിരുന്നു. എനിക്കും ഭയം തോന്നി. അയാൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. കരുതി വെച്ച വെള്ളം യാത്രയുടെ പകുതിയോടെ തീർന്നിരുന്നു. മലയുടെ മുകളിൽ എത്താറായപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിൽ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങ് മലയുടെ മുകളിൽ അവൾ ഉണ്ടാകും. ഊർജ്ജസ്വലമായി അവർ ആദ്യം നടന്നു കയറി. മുത്തുപ്പാത്തു, അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും അവൾ. 5 ആങ്ങളമാർക്ക് ഒരേ ഒരു അനുജത്തി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രയ്ക്ക് ഓമനിച്ച് ലാളിച്ചു വളർത്തിയതാണ്. ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയാണവൾ. അവൾ നന്നായി പാടും. അവളുടെ ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്, കൂനിച്ചിമലയിലെ അസ്തമന കാഴ്ച. മലയ്ക്ക് മുകളിൽ നിന്ന് 5 ആങ്ങളമാരോടൊപ്പം അവളൊരു സ്വപ്നം കാണും. അനന്തവിഹായുസിലേക്ക് മിന്നിപ്പറക്കുന്ന മിന്നാമിനുങ്ങായി അവൾ മാറും. കൂനിച്ചിമലയിലെ അസ്തമനം അതൊരു അത്ഭുതമാണ്. പക്ഷേ ഇവിടെ വരണമെങ്കിൽ കുറേ പാടുപെടും. കാട്ടുകടന്തലുകളും കാട്ടുതേനീച്ചകളും തേളും പാമ്പും മുള്ളൻ പന്നിയും കാട്ടുപന്നിയും ഒക്കെയുണ്ട്. പക്ഷേ 5 ആങ്ങളമാരുടെ നടുവിൽ അവൾ പൂർണ്ണ സുരക്ഷിതയാണ്. മുകളിലെത്തിയാൽ കാണുന്ന കാഴ്ചകൾ ഡിസ്നി മൂവിയിലെ വണ്ടർലാൻഡ് പോലെയാണ്. കുരിശുമലയും കാളിമലയും കൊണ്ടകെട്ടിമലയും സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്നത് കാണാം. മുമ്പ് പറഞ്ഞ പോലെ പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ചവരെ അവൾക്ക് പുച്ഛമാണ്. അല്ലെങ്കിൽ ഞാനും പറഞ്ഞേനെ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഈ താഴെ തണലത്ത് ഇരിക്കാമെന്ന്. അവൾ ചെറുപ്പമാണ്. തളർച്ച, ക്ഷീണം ഇതൊന്നും അവളുടെ നിഘണ്ടുവിലില്ല. സഞ്ചാരികളിൽ ഏറ്റവും അവസാനമായിരുന്നു അയാൾ മല കയറിയത്. അപ്പോഴേക്കും നേരം ഒത്തിരി വൈകി. മുകളിൽ കാത്തിരുന്ന് മുഷിഞ്ഞാൽ അവൾ പിണങ്ങും. അവളുടെ പിണക്കം അയാൾക്ക് താങ്ങാവുന്നതല്ല. പേമാരി പോലെ പെയ്തിറങ്ങുന്ന കണ്ണുനീർ വർഷത്തിൽ അവൾ നമ്മെ തോൽപ്പിക്കും.
ഈ മലമുകളിൽ നിൽക്കുമ്പോൾ സ്വച്ഛന്തമായ കാറ്റിൽ പടർന്നു പ്രസരിക്കുന്ന ജീവന്റെ നനുത്ത പരിമളം സിരകളിൽ പടർന്നു. അങ്ങ് ദൂരെ അസ്തമന സൂര്യന്റെ സ്വർണ്ണവർണ്ണം നോക്കി അവൾ നിന്നു ആങ്ങളമാരോടൊപ്പം. ഞാൻ കൂടെ കൂടിയില്ല. എനിക്ക് ഭയമുണ്ട്. കാരണം വൈകി വന്ന എന്നോട് അവൾ കലഹിക്കും. വളരെ ഉയരത്തിൽ ആകാശത്തേക്ക് മുട്ടിയൊരുമി നിൽക്കുന്ന കുരിശുമല, അങ്ങ് താഴെ ആഴങ്ങളിൽ നെട്ട റിസർവോയർ. കാട്ടിനിടയിലൂടെ ഒറ്റയ്ക്ക് നടന്ന് അയാൾ നാട്ടിലെ ഒരു പെണ്ണിൻ്റെ കഥ ഓർത്തു. അതയാളെ വേട്ടയാടി. ഫർസാന, നീ വെറുതെ പ്രണയിച്ചവൾ, തോറ്റുകൊടുത്തവൾ. വളരെ മിടുക്കിയായിരുന്നു പാവം. വാർത്തകളിലൂടെ മനസ്സോടുമ്പോൾ വട്ടാകും. വല്ലാത്ത വേദന, ദുഃഖം തോന്നുന്നു. പാത്തു വഴികളിൽ വച്ച് നീട്ടുന്ന റോസാപുഷ്പങ്ങളിൽ മയങ്ങി വീഴില്ല. അത് ഒളിഞ്ഞിരിക്കുന്ന അപകടമാണെന്ന് അവൾ പറയും. ഇന്ന് പരിശുദ്ധ പ്രണയമില്ല, യൂസ് ആൻഡ് ത്രോയാണ്. അതെ, അത് നേരാണ്. ഞാനും പറഞ്ഞു. നേരം വൈകുന്തോറും കാട്ടിൽ ഇരുട്ടു പടർന്നു. കയ്യിൽ കരുതിയ കുഞ്ഞു ടോർച്ചിൻ്റെ പ്രകാശത്തിൽ കാട്ടിലെ കുറ്റിരുട്ടിലൂടെ ഏകനായി ഞാൻ നടന്നു. കൂനിച്ചുമല എന്ന മുത്തശ്ശി എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ സ്വപ്നങ്ങളുടെ നെറുകയിൽ ആ മുതുമുത്തശ്ശി മുത്തം വച്ചു. ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, നിഴലുകൾ കാണുന്നു. സ്വന്തം വീടിനുള്ളിലെ വാക്കത്തിയും ചുറ്റികയും വന്യമായ കാടിനേക്കാൾ മാരകമാണെന്ന് തോന്നി. പിന്നെയും പേടി. കണ്ട കാഴ്ചകൾ: സെറ്റിയിലും ചുവരിലും ചിതറിത്തെറിച്ച രക്തം, നടുത്തളത്തിൽ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന അനിയൻ്റെ ശരീരം, അടുത്ത് ധാരാളം നോട്ടുകൾ, പിന്നെ അവനായി അവൻ കഴിക്കാൻ വാങ്ങിച്ച കുഴിമന്തിയും. എല്ലാം ഒരു നിമിഷം കൊണ്ട് നശിച്ചു. ജേർണലിസം എൻ്റെ ഒരു പാഷനായിരുന്നു. വാർത്തകളെ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ച് തിന്മകൾക്കെതിരെ ശബ്ദിക്കണം, സമൂഹത്തിലെ തിന്മകളെ ചൂണ്ടിക്കാണിക്കണം, അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറണം. പക്ഷേ ഈയിടെ ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ വല്ലാതെ തളർത്തി. ഊണിലും ഉറക്കത്തിലും യാത്രകളിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, സ്വയം വേദനിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ആ കുറ്റവാളി ഇന്നലെ ഡിസ്ചാർജ് ആയിരിക്കുന്നു. പോലീസ് അയാളെയും കൊണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് വരും എന്നറിഞ്ഞാണ് ഞാൻ അവിടെ ചെന്നത്. തുറന്നു കിടക്കുന്ന ഗേറ്റിൻ്റെ അരികിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് ചോദിച്ചു, അയാൾ ഇവിടേക്ക് ഇന്ന് വരുന്നുണ്ടോ എന്ന്. ആ സെക്യൂരിറ്റി നുണ പറഞ്ഞു. അവിടെ നിന്ന മീഡിയ പ്രവർത്തകരെ എല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞു മാറ്റി. വിത്തിൻ സെക്കൻഡ്സിൽ ആ വാഹനവ്യൂഹം അവിടെ എത്തി, ആ കൊടും കുറ്റവാളിയും കൊണ്ട്. പക്ഷേ എനിക്ക് ക്യാമറ ഉയർത്താനോ ആ വീഡിയോ പകർത്താനോ ആയില്ല. ഞാൻ അങ്ങനെ ഷോക്കടിച്ച പോലെ സ്തംഭിച്ച് നിന്നുപോയി അവനെ മുന്നിൽ കണ്ടത്. അതെന്തിനാ? വെള്ളം വീട്ടാവശ്യത്തിന് വെള്ളം പിടിക്കുക. എൻ്റെ വീടങ്ങ് തോളാണ്. അവൻ ഷെഡിരിക്കല്ലേ ചേട്ടി വരുന്നത് തോട്ടവിടെ ആ ഷെഡിരിക്കരുത്. ആ ഷെഡിൻ്റെ അങ്ങ് താഴെ ആ ഷെഡടിക്കുള്ള തന്നെ. ആ ഷെഡിൻ്റെ അവിടെ വലിയൊരു മൂർക്കം പാമ്പിൻ്റെ തോല് കിടക്കും. മൂർക്കം പാമ്പ് ഇപ്പോഴാ വളരെ വലുത്, 2 മീറ്റർ നീളം വരും. റോഡിൽ ആ ഷെഡിരിക്കലുണ്ട്. ഷെഡിൻ്റെ പിറകെ ഷെഡിൽ അവിടെ കാര്യമാണ്. ഷെഡിൻ്റെ പിറകെ ഒരു ടാങ്കുണ്ട്. അത് ഷെഡിൻ്റെയും ടാങ്കിൻ്റെയും ഇടയ്ക്കൊരു പാറയുണ്ട്. ആ പാറയുടെ അവിടെ നിന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് നോക്കുന്ന ആ ചരിവിൽ ആ പാമ്പ്. ഇതിന് നമ്മളിപ്പോൾ കയറിപ്പോകുന്ന മലയുടെ പേരെന്താണ്? കയറിപ്പോണത് കൂനിച്ചു മല തന്നെയാണോ? ഈ കൂനിച്ചു മലയിലേക്കല്ലേ ഈ വഴി പോണത്? പോണ എൻ്റെ കൂടെ വന്നു. പിന്നെ ഇത് കൊണ്ട കട്ടി ഇത് കൂനിച്ച്. രണ്ടും അടുത്തടുത്താണ്. എങ്ങനെ പേര് വന്നു കൂനിച്ച്? എന്ത് നമ്മൾ പണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ആ ഇപ്പുറത്തെ സൈഡിൽ കൂടെ മണ്ടേ കൂടെ അതിലെ കൂടെ കുത്തനെ കയറി അതിൽ അങ്ങ് പോയിട്ടുണ്ട്. അങ്ങനെ പോയി ഇങ്ങനെ അതിലിറങ്ങി വന്നിട്ടുണ്ട്. ചെറുപ്പകാലം. ഇപ്പോൾ കയറാൻ പറ്റുമോ? അവിടുന്ന് വെള്ളം പിടിക്കാൻ വന്ന പാട് അയ്യോ അമ്പരാനും അത് അറിയാം. ഇവിടെ ഇത് നമ്മൾ അനിയൻ്റെ ഒരു വകയാണിത്. അവൻ കയറി വരുമ്പം വെള്ളം പിടിച്ചു വിടും. എനിക്കവിടെ 2-3 ജാതി ഒരുമാതിരി പട്ട് നിൽക്കുന്നു. അതിലത്തിൽ വെള്ളം പിടിച്ചു വിടുന്നു. അതിനാണ് ഞാൻ വന്നത്. എത്ര ഏക്കർ സ്ഥലമുണ്ട്? എനിക്കവിടെ 1 ഏക്കറേ ഉള്ളൂ. ഫുള്ള് ജാതി തന്നെ? ജാതിയും ഗ്രാമ്പും ഇതേപോലത്തെ. വർഷം നല്ല എമൗണ്ട് കിട്ടൂലേ ഒരു വർഷം? ഗ്രാമ്പിൽ വലിയത് കുളമൊന്നുമില്ല. എന്നാലും എത്ര കിട്ടും? ഒരു 50,000? അയ്യോ, 1 ഏക്കറിന് അതൊന്നും കിട്ടൂല. കിട്ടൂലെന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടും. ഇല്ല കായിൽ പിടിച്ചാൽ ഇതിൽ പൂവേ അത് പിടിക്കണം, അത് പരുവത്തിന് എടുക്കണം. അത് പരുവം തെറ്റിയാൽ പോയി. അയ്യാതായി. വെള്ളമില്ലല്ലോ കുടിക്കാൻ വെള്ളമല്ലേ വേണോ?
വേണ്ട, ഞാൻ ഇന്നിപ്പോൾ അവിടെ എൻ്റെ ബോട്ടിലുണ്ട്. പിന്നെ എല്ലാം കൂടെ പോയി കുടിക്കാൻ. എൻ്റെ ബോട്ടിലില്ല, എൻ്റെ തീർന്നു. ഈ വെള്ളം ആ ബോട്ടിൽ ഉറച്ച് കുടിക്കാൻ പറ്റുമോ? നല്ല വെള്ളമാണോ അത്? ഇതാ നിങ്ങൾ കുടിക്കുന്ന വെള്ളം? പിന്നെ നല്ല സൂപ്പർ വെള്ളം കുടിക്കാം. അതെവിടെ കുടിക്കണത്? അതെവിടെ അങ്ങ് മുകളിലാ കുറച്ച്? ഇതിൽ നാണ്ട് ഒരു കല്ല് കെട്ടുണ്ട്. ആ കല്ല് കെട്ടി കൂടെ കയറി അടച്ചുനിന്ന് ഇങ്ങനെ ഒരു അതിൻ്റെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വെള്ളം പിടിക്കണം. പേരെന്തോ? ബാലൻ. നല്ല ചെറുപ്പകാലത്ത് ഓടി നടന്ന മലയാണിത് അല്ലേ? എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാം ഇതൊക്കെ ഞാൻ മാറ്റ സ്ഥലമാണ്. ഇതൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഈ സ്ഥലം കൊടുക്കുന്ന ഈ കിടക്കുന്ന സ്ഥലം ഇങ്ങനെ ഏത് ദൂരം തെങ്ങ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊരു തെങ്ങ്, ആ തെങ്ങിൻ്റെ അവിടെ നിന്ന് പോയിട്ട് അങ്ങനെ ഒരു കണ്ടമാണ്. തെങ്ങിൻ്റെ മണ്ട പോയി അവിടെ ഒരു കണ്ടമാണ്. അതൊക്കെ കൊടുത്തിയതല്ല, ഇത് മക്കളെ കട്ടിക്കാൻ കണ്ടേ കൊടുത്തത്. വകയ സ്വത്തൊന്നും ഇല്ലായിരുന്നു. എത്ര രൂപയ്ക്ക് മേടിച്ചു ഇതൊക്കെ? അല്ല, ഞാൻ തുച്ഛമായിട്ടൊക്കെ വാങ്ങിച്ച് പെമ്പിള്ളേരെ കട്ടിക്കാറായപ്പോഴത്തേക്ക് കെട്ടിച്ചൊക്കെ ഇടണ്ടേ. ഇമ്മ 2 പെമ്പിള്ളേർ. എന്നാലും ഒരു ഏക്കറിന് ഇപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ ഇപ്പോൾ ഏക്കർ അനുസരിച്ചൊക്കെ നല്ല ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ. അവിടെ ഒരു ഏക്കർ അത് 5000 രൂപ കൊടുത്ത് അവിടെ വാങ്ങിച്ച് ഒരു ഏക്കർ നമ്മൾ ആ ഷെഡ് ഇരിക്കല്ലേ അവിടെ ഇങ്ങോട്ട്. ഒരു ഏക്കറല്ല, ഒരു സെൻറ്റ്. ഒരു സെൻറ്റിന് 5000 വെച്ച്. പണ്ടൊക്കെ ഒരു ഏക്കറിന് 5000 വേണ്ട. ഒരു ഏക്കറിൻ്റെ 5000 രൂപയ്ക്ക് ഉണ്ടാക്കി ഒക്കെ വാങ്ങിക്കും. കയറട്ടാ. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് മേളിലോട്ട് മല കയറാൻ? ഇവിടുന്ന് 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഉണ്ട്. പാടാണോ? തേരിയല്ലേ, പിന്നെ നോക്കി പോണം. വന്യമൃഗങ്ങളൊന്നും ഇല്ലല്ലോ? മൃഗങ്ങളില്ല. പാമ്പൊക്കെ ഉണ്ട്. ഇത് തേനീച്ച തേനീച്ച. തേനീച്ച ഇത് കടിച്ചില്ല. വേറെ കടന്തലുണ്ട്. കടന്തലുണ്ടല്ലേ? അത് കൊത്തും. അത് ഇളകി കിടന്ന് ഈ പരുന്തൊന്ന് അടിക്കും. അത് പിന്നെ ബുധനാഴ്ച ഈ കഴിഞ്ഞ ബുധനാഴ്ച കഴിഞ്ഞ് 2 പിള്ളേരെ അതുപോലെ കൊത്തിയല്ലേ? കൊത്തി പിള്ളേർ വീട്ടിൽ ഒന്ന് പോണ പയ്യൻ്റെ അത്ര ഉണ്ട്. ഒന്നൊരു പെൺകൊച്ച്. കൂട്ടത്തോടെ കൊത്തിയ അപകടം തന്നെയാണ്. അത് കൊത്തിയതാണ്. പക്ഷെ ഇത് അങ്ങനെ കൊത്തൂല്ല. ഇത് എവിടെ ഇരുന്ന് ഞാൻ കൊടയടിക്കാൻ പോയിട്ട് പോയപ്പോഴത്തേക്കാണ് കൊത്തി. പയ്യന്മാർക്കാർ പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇപ്പോൾ സംഭവം. കടന്തലാണ് സൂക്ഷിക്കേണ്ടത്. കടലിൽ മെയിൻ കേസ് ഒരു അർമ്പാദമില്ല. ഒരുമിച്ചായ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരു അർമ്പാദം വരില്ല. നമ്മളെ കുത്തിയിട്ടുണ്ട്. എന്നാ ആണോ? അത് 1-2 ആണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഈ നാടറിയുന്ന ഈ മലയെ അറിയുന്ന ആൾക്കാരോടൊക്കെ ഒരു കാരണവരെ പോലെ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ മനസ്സിനൊരു വല്ലാത്ത സുഖമാണ്. ഞാൻ അങ്ങനെയാണ്. ഒറ്റയ്ക്ക് എവിടെയും പോകരുതെന്ന് ഞാൻ പാത്തുവിനോട് പറയും. ആര് വിളിച്ചാലും എങ്ങും പോകരുത്. അത് ചതി മാത്രമുള്ള ഈ കാലത്താണ് എന്ന് ഓർമ്മ വേണം. ഞങ്ങൾ 6 പേർ പാത്തുവിനോടൊപ്പം മല കയറിയതാണ്. പാത്തു പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കണ്ട മലകളെല്ലാം അവൾക്ക് സന്ദർശിക്കണം എന്ന്. എല്ലാ മലകളിലും ഉദയവും അസ്തമനവും ഉണ്ടത്രേ. ഈ ലോകത്ത് ആകെ ഒരു ഉദയവും ഒരൊറ്റ അസ്തമനവും മാത്രമല്ലേ ഒരു ദിവസമുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ നീ കാണുന്ന മലകൾക്കെല്ലാം വേറിട്ട അസ്തമനങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ ചോദിച്ചു. ഒരു ഫിലോസഫറെ പോലെ അവൾ തർക്കിച്ചു. ഓരോ മലകൾക്കും ഓരോ ചക്രവാളത്തിനും ആ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന ഓരോ സൂര്യനും സ്വന്തമായുണ്ടെന്ന് അവൾ പറഞ്ഞു. അവൾ വാദിച്ചു. ഞാൻ തോറ്റുകൊടുത്തു. തോൽക്കാൻ തുടങ്ങിയാൽ അതൊരു ശീലമായി പോകും. അതുപോലെ വിജയം ശീലമാക്കിയാൽ പിന്നെ വിജയിച്ചേ അടങ്ങൂ. വിജയം ഒരു ലഹരിയാണ്, ജീവിതത്തിൻ്റെ ഒരു ലഹരി. ഇവിടെ ഈ ലോവർ കൂനിച്ചിയിൽ നിന്നും അപ്പർ കൂനിച്ചിയിലേക്ക് ഇതുവഴി തന്നെ പോകാമെന്ന് ആരോ പറഞ്ഞു. പക്ഷേ അത് ടോട്ടൽ റിസ്ക്കാണ്. ഈ സൈഡിലൂടെ നടന്ന് പാറയ്ക്കിടയിലൂടെ കയർ പിടിച്ചു കയറണം. ഒരു അണുവിട തെറ്റിയാൽ പറയണ്ട. എനിക്കത് പറ്റില്ല. കൂടെ വന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തി. എനിക്ക് പേടിയാണ്. പാത്തു ആദ്യമേ പറഞ്ഞു അവളില്ലെന്ന്. അവൾക്കെല്ലാം പേടിയാണ്. പാത്തുവിനെ പോലെ ഫർസാന മോളെ, നീയും ചതിക്കുഴികളെ പേടിക്കണമായിരുന്നു. നീ അറിയുന്ന ലോകമല്ല മോളെ നിനക്ക് ചുറ്റും. കൂനിച്ചുമലയുടെ വന്യമായ നിഗൂഢതകളിലേക്ക് ഞാൻ നടന്നു കയറി തനിയെ. പാറകളും കാടും മേടും ഒക്കെ എന്നെ വരവേറ്റു. ജീവിതത്തിൻ്റെ താളങ്ങളിലൂടെ ഒരു വഴക്കം വന്ന ഒരു എക്സ്പീരിയൻസ്ഡായ ഒരു സഞ്ചാരിയെപ്പോലെ ഞാൻ നടന്നു. പക്ഷേ സത്യത്തിൽ എനിക്കെല്ലാം പേടിയായിരുന്നു.
പാമ്പുണ്ടാകുമോ, കടുവയുണ്ടാകുമോ, ആന എൻ്റെ മുമ്പിലേക്ക് ഓടി വരുമോ എന്നൊക്കെ. പക്ഷെ സത്യത്തിൽ അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ആ ധൈര്യം ഒരു വശത്തുണ്ട്. പക്ഷേ എങ്കിലും ഭയപ്പെടാനുള്ള ക്രൂരതകളെ ചുറ്റിലും നാം അറിയണമല്ലോ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേണം ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ. എന്തൊക്കെ ഭയമാണ് ചുറ്റിലും, അല്ലേ? ഇത് കണ്ടോ, ഈ ഷെഡിനെക്കുറിച്ചാണ് നേരത്തെ ആ കാരണവർ പറഞ്ഞത്. ഈ ഷെഡിൻ്റെ അടുത്താണ് ആ വലിയൊരു നാഗത്തിൻ്റെ ചട്ടയെ കണ്ടതും. ഈ പാമ്പിൻ്റെ വിഷമൊന്നും പാമ്പിൻ്റെ ശൗര്യവും ക്രൂരതയൊന്നും ഒന്നുമല്ല കേട്ടോ. ഇന്ന് രാസലഹരിയിൽ മുങ്ങിപ്പോകുന്ന യുവാക്കളുടെ മനസ്സ് പാമ്പിൻ വിഷത്തേക്കാൾ എത്ര മാരകമാണ്. പാമ്പിൻ്റേത് വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ബാബാ സുരേഷിനെ പോലുള്ളവർക്ക് ദേഷ്യം വരും. അത് വിഷമല്ല, ആ വെനം ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രക്തത്തിൽ കലരുമ്പോൾ മാത്രം മാരകമാകുന്നു എന്നത്. എങ്കിലും പലതരത്തിലുള്ള തിരിച്ചറിവുകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. മുമ്പ് ഏതോ സ്വാമി പറഞ്ഞതുപോലെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു മാർഗം അറിവാണ്. അറിയുക എന്നുള്ളതാണ്. ഈ അറിവിന് വേണ്ടിയിട്ട് വഴിവിളക്കായി നിൽക്കുന്ന മുതിർന്നവരെ നിഷേധിച്ചുകൂടാ. എവിടെ പോകണമെങ്കിലും പറഞ്ഞിട്ട് പോകണം, ഉമ്മ ഞാനിന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഞാനിന്ന് ട്യൂഷനല്ല പോകുന്നത്, ഞാൻ ഇന്ന കാര്യത്തിന് പോവുകയാണ്, എന്നെ അവൻ ആ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നു. ഒരു വാക്ക്, ആ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഇതുപോലെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചതിക്കുഴികളിൽ പെടുമായിരുന്നില്ല, അല്ലേ? ഇവിടെയൊക്കെ സഞ്ചരിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെയെല്ലാം നോക്കൂ, ആരുമില്ല ഈ പരിസരത്ത്. എന്തിനാണെന്നറിയില്ല ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഏർവാക്കുത്തിന്, ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമികയ്ക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങളും ഉണ്ടാകും എന്നെനിക്ക് തോന്നി. പേടിപ്പെടുത്തുന്ന ചില കാഴ്ചകളുടെ ഓർമ്മകളിൽ നിൽക്കുന്നതുകൊണ്ടാകും മനസ്സ് എന്ത് കണ്ടാലും ഭയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസ്വല്പം ധൈര്യമൊക്കെ വേണ്ടേ? യെസ്, ധൈര്യം വേണം, ഒപ്പം കരുതലും വേണം. ഭയമില്ലാത്തതല്ല ഈ ജീവിതം, ഈ ലോകവും. കാഴ്ചകളുടെ സുന്ദരഭൂമിയിൽ പ്രണയിനിക്ക് ഒരു താജ്മഹൽ ഒരുക്കി നിന്ന ആകാശം. തണുത്ത കാറ്റ് വീശുന്നു. ക്ഷീണം മെല്ലെ മാറി വന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലേക്കാണ്. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പറുദീസയാണിവിടം. സ്വപ്നസമാനമായ പ്രകൃതിയാണ് കാഴ്ചകളും. പാറയും കയറ്റവും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങളെങ്കിലും ഹൈലി റിസ്ക്കാണ്. ഇതുവഴിയൊക്കെ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറിപ്പോയ ചിലർ ഈ പാറയിൽ പൊലിഞ്ഞു എന്ന് ആരോ പറഞ്ഞു. ചെറുപ്പം അങ്ങനെയാണ്. വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ തോന്നുന്നത് ചെയ്യും. അതാണ് അപകടങ്ങൾക്കൊക്കെയും കാരണം. ആകാശത്തെയും അസ്തമന സൂര്യനെയും ഈ മലമുകളിൽ നിന്ന് കാണാൻ പാത്തു പറഞ്ഞ പോലെ തന്നെ എന്ത് ചേലാണെന്നറിയോ? പെരുത്ത് ചേല്. വീശിയടിച്ച തണുത്ത കാറ്റിൻ്റെ ശ്രുതിയിൽ ചേർത്ത് ഈ സന്ധ്യയ്ക്കു വേണ്ടി നീ ഞങ്ങൾക്കൊരു മനോഹരമായ പാട്ടുപാടി തരുമോ എന്ന് ആരോ ചോദിച്ചു. അവൾ മൂളി സമ്മതിച്ചു. ക്യാമറയിൽ അവളുടെ പല്ല് കാണിക്കല്ലേ എന്നവൾ പറഞ്ഞു. അതിനെന്താ, പല്ല് കുറച്ച് മുന്നോട്ടുള്ളതാണ്. പല്ല് കെട്ടിയാൽ മതി, 6 മാസം കൊണ്ട് നീ ഒരു മൊണാലിസയാകും. വേണ്ട, എനിക്ക് മൊണാലിസയാകണ്ട, അവൾ പറഞ്ഞു. സൗന്ദര്യം ഇന്നൊരു ശാപമാണ്, പ്രകൃതിക്കല്ല. നോക്കൂ, എത്ര മനോഹരമാണ് ഈ പ്രകൃതി. സുന്ദരമായ ഒരു കാലത്തിനൊപ്പം മനോഹരമായ ഒരു പ്രകൃതിയിൽ ആകാശത്തെ മുട്ടിയുരുമി നിൽക്കുന്ന മലയ്ക്ക് മുകളിലിരുന്ന് കാലത്തിനോട് ശ്രുതി ചേർത്ത് അവൾ മനോഹരമായ ഒരു പാട്ടുപാടുന്നു. തമിഴിലെ എക്കാലത്തെയും ഹിറ്റായ സ്നേഹിതനെ സ്നേഹിതനെ എന്നുള്ള ഗാനമാണ് ഈ സംഗീത വിരുന്നിൽ നമുക്കായി അവൾ പാടിയത്. പക്ഷേ ഈ വ്ളോഗിനോടൊപ്പം കവർ സോങ്ങായി കൂടി അതിടാൻ കഴിയില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. ആ വീഡിയോ ഒരു റീലായി ഇതേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ചേർക്കാം. മാത്രമല്ല ഈ വീഡിയോയുടെ അവസാനം അത് ചേർക്കുകയും ചെയ്യാം. കാണണേ. പാത്തുവിന് സന്തോഷം ചെറുതല്ലായിരുന്നു. ഇനി ഇവളുടെ യഥാർത്ഥ പേരൂടി ഒന്ന് പറയാം. ഫാത്തിമ എന്നാണ്. ഫാത്തിമ പോത്തൻകോടുകാരിയാണ്. ഇവൾ ഞങ്ങളുടെ അനുജത്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവളുടെ ആങ്ങളയായതും. വെറുതെ പറഞ്ഞതാ, ആ നിർവചനമൊന്നും വേണ്ടെന്നേ. കണ്ടോ എത്ര സന്തോഷത്തോടെയാണ് ഈ ഒരു സായാഹ്നം ഇവിടെ ഞങ്ങൾ ചിലവഴിച്ചതെന്ന്. പക്ഷെ എന്നെ കൊണ്ട് പാടാൻ പറ്റിയില്ല.
അങ്ങനെ പാത്തുവിൻ്റെ മോഹം സഫലമായി. എല്ലാ മലകളെയും ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. കുരിശുമല, കാളിമല, കൊണ്ടകെട്ടിമല, പിന്നെ നമ്മൾ നിൽക്കുന്ന കൂനിച്ചുമലയും. ഞാൻ പറഞ്ഞു, കണ്ടില്ലേ, എല്ലാ മലകൾക്കും കൂടി ഇന്ന് ഒരു അസ്തമനം മാത്രമല്ലേ ഉള്ളൂ. അവൾ തലയാട്ടി. ഓരോ മലകളിലെ സൂര്യോദയവും അസ്തമനവും വേറെ വേറെ എന്ന് അവൾ വീണ്ടും പറഞ്ഞു. അവളോട് ഞാൻ തർക്കിച്ചില്ല. എന്നും അവളെ പിണക്കാറുണ്ട്. ഇനി എനിക്കതിന് പറ്റില്ല. നഷ്ടപ്പെട്ടവരുടെ ഈറിനണിയിക്കുന്ന ഓർമ്മകളുമായി വിതുമ്പി നിൽക്കുന്ന കുടുംബങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ സാഫ്രോൺ.